പണ്ടുകാലത്തെ വിശ്വകർമ്മജർ മത്സരിച്ച് നിർമ്മിച്ച അതിസങ്കീർണങ്ങളായ കൊത്തുപണികളും ദാരുശില്പങ്ങളുമൊക്കെ നിറഞ്ഞൊരു ക്ഷേത്രം. കൊല്ലം ജില്ലയിലെ ശൂരനാട് സ്ഥിതി ചെയ്യുന്ന അതിപുരാതനമായ ഒരു ക്ഷേത്രമാണ് വീട്ടിനാൽ ദേവി ക്ഷേത്രം. ഇവിടെ ഒരു മതിൽക്കെട്ടിനുള്ളിൽ 2 ക്ഷേത്രങ്ങളാണ്. തെക്കുവശത്തായി കളരി സമ്പ്രദായത്തിലൊരു ഭദ്രകാളി ക്ഷേത്രവും വടക്കുഭാഗത്തായി ചുറ്റമ്പലത്തോടു കൂടിയ ദുർഗാദേവിയുടെ ക്ഷേത്രവും. തെക്കുഭാഗത്തെ കളരിയാണ് ആദ്യകാലത്ത് നിർമ്മിച്ചത്. കായംകുളം രാജാവിൻ്റെ നിർദ്ദേശപ്രകാരം ആയുധ പരിശീലനത്തിനും മറ്റുമായി നിർമ്മിച്ചതാണിത് എന്ന് പറയപ്പെടുന്നു. ക്ഷേത്രത്തിൻ്റെ മുഖപ്പിൽ തന്നെ വ്യത്യസ്തങ്ങളായ ദേവതാരൂപങ്ങളും വ്യാളീരൂപങ്ങളുമൊക്കെയുണ്ട്. കളരിയുടെ പൂമുഖത്തായി ഒറ്റക്കല്ലിൽ നിർമ്മിച്ച സവിശേഷമായ കൊത്തുപണികളോടുകൂടിയ 2 തൂണുകളും മുകൾ ഭാഗത്തായി ദക്ഷയാഗം കഥ മുഴുവനും കൊത്തിവെച്ചിരിക്കുന്നതും കാണാം. അതുപോലെ രാമായണത്തിലെ ചില കഥാസന്ദർഭങ്ങൾ വടക്കേ ക്ഷേത്രത്തിലുമുണ്ട്. കളരിയുടെ മുൻഭാഗത്തായി കാണുന്ന അതിസങ്കീർണമായ ഈ വളബന്ധങ്ങൾക്ക് വില്ലുവള അല്ലെങ്കിൽ ചാപവള, ചന്ദ്രവള എന്നൊക്കെയാണ് പറയുക. അതുപോലെ കളരിക്കുള്ളിലും വളരെയധികം പ്രത്യേകതകളുള്ള അലങ്കാര വളയങ്ങളും കാണാം. ശ്രീകോവിലിന് മുൻപിലായി കാണുന്ന ദ്വാരപാലികമാരുടെ ദാരുവിഗ്രഹങ്ങൾക്കുമുണ്ട് പ്രത്യേകതകളേറെ. അങ്ങനെ പറഞ്ഞാൽ തീരുന്നതല്ല ഇവിടുത്തെ വിശേഷങ്ങൾ. വടക്കേ ക്ഷേത്രത്തിൻ്റെ ബലിക്കൽ പുരയുടെ മുകൾ ഭാഗത്തായി ഭദ്രകാളിയുടെ ആയുധങ്ങളോടുകൂടിയ അതിവിശേഷമായ ഒറ്റത്തടിയിൽ കൊത്തിയെടുത്ത ഒരു ശില്പം മാത്രം മതി ഇവിടുത്തെ കൊത്തുപണികളുടെ സവിശേഷത മനസ്സിലാക്കാൻ.